ശ്രീ പി കെ ഗോപൻ അദ്ദേഹം പാട്ട് പാടിയില്ല, അദ്ദേഹം ഉപദേശിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകളെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേൾക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വിദേശത്ത് പോയതടക്കമുള്ള, അത് കോൺഗ്രസിനെ പോലെ ഒരു പ്രമുഖ പാർട്ടിയുടെ വളരെ പരിണിതപ്രജ്ഞനായ, സാധാരണഗതിയിൽ വളരെ നിലവാരം ഉയർത്തി തന്നെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് നിജേഷ് അരവിന്ദ്. ആ നിജേഷ് അരവിന്ദ് പോലും മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിലവാരത്തിലൊക്കെയാണ് പറയുന്നത്. അതിലെനിക്ക് അത്ഭുതമുണ്ട്. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ നിജേഷ് ഉപദേശിച്ച ഉപദേശത്തിൽ നിങ്ങൾക്കെടുക്കാവുന്നതും തള്ളാവുന്നതുമായ വശം? പി കെ ഗോപൻ. രാജിമിഷ, ആദ്യമായി തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിലും വിജയിച്ചവരെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്, വളരെ സത്യസന്ധമായി അക്കാര്യം അംഗീകരിക്കുന്നു. CPIM വളരെ അത്ഭുതകരമായി മുന്നേറിയ ഘട്ടത്തിലും ഞങ്ങൾ ആ മുന്നേറ്റത്തെ അഹങ്കാരമായി കണ്ടില്ല. ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ വീഴ്ച വന്നിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചപ്പോൾ ആ പരാജയം കേരളത്തിലെ സർക്കാരിൻ്റെ പരാജയമായി ജനങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പരാജയത്തിൽ തളർന്നും പോയില്ല. വീണ്ടും ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്തത്. 110 അസംബ്ലി മണ്ഡലങ്ങളിൽ UDFന് മുൻകൈ ലഭിച്ച പാർലമെന്റ് ഇലക്ഷന് ശേഷം നേരത്തെ ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാള മനോരമയെ പോലുള്ള തീവ്ര വലതുപക്ഷ സ്വഭാവം പുലർത്തുന്ന മാധ്യമത്തിന് തന്നെ 80 സീറ്റ് എന്നിടത്തേക്ക് അത് അംഗീകരിക്കേണ്ടി വന്നെങ്കിൽ 30 സീറ്റിന്റെ വ്യത്യാസം പാർലമെന്റ് ഇലക്ഷന് ശേഷം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ കൈവരിച്ചത് സമചിത്തതയോടുകൂടി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. 9.5 വർഷം ഇവിടെ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ചർച്ചയില്ല, രണ്ടാമൻ ആരംഭ ചർച്ചയില്ല, സാമുദായിക സ്വാധീനത്തെക്കുറിച്ച് ചർച്ചയില്ല, 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചർച്ചയില്ല, സൗഹാർദ്ദത്തിന്റെ പ്രശ്നം കേരളത്തിൽ നിഴലിച്ചു നിന്നു. 9.5 വർഷത്തിനിടയിൽ വർഗീയതകൾ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അധികാര രാഷ്ട്രീയം, ഒരു KPCCയുടെ സെക്രട്ടറിമാരെ എടുക്കുന്നതിന് അത് ഇപ്പോൾ എണ്ണം എത്രയാണെന്ന് ഗിന്നസ് ബുക്കിൽ പോലും പോയി പരിശോധിച്ചറിയാൻ പറ്റാത്ത എണ്ണത്തിൽ എത്തിക്കുന്നതൊക്കെ അധികാര ഭ്രാന്തും അധികാര ദാഹവും മുക്കുന്നത് കൊണ്ടാണ്. ഒരു KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എടുത്താൽ മനസ്സിലാവും, ജോയിന്റ് സെക്രട്ടറി എടുത്താൽ മനസ്സിലാവും. വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള പ്രസിഡന്റ് വർക്ക് ചെയ്യത്തില്ലെന്നല്ലേ അതിന്റെ മലയാളം. അപ്പൊ സാമുദായിക അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ എടുക്കുക, സാമുദായിക അടിസ്ഥാനത്തിൽ അതിന് പരിഹാരമായിട്ട് പിന്നെ UDF കൺവീനറെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള അപകടകരമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടല്ല ഇടതുപക്ഷം ഇവിടെ 9.5 വർഷക്കാലമായി ഭരിച്ചത്. ഞങ്ങൾ നല്ല അഭിമാനത്തോടു കൂടിയാണ് അത്തരം കേരളീയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ഭക്തിഗാനം പാടുന്നതിനെ കുറിച്ച് അങ്ങ് തന്നെ ഇവിടെ പറഞ്ഞു. ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാമാന്യം വലിയ നല്ല മെച്ചപ്പെടൽ UDFനുണ്ടായ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അത് ആഘോഷിക്കുന്നത് ഭക്തിഗാനം പാടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മതപരമായ അല്ലെങ്കിൽ ദൈവപരമായ വിശ്വാസത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉപയോഗിച്ചതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ കണ്ടത്. ശ്രീ ജിജേഷിയുടെ പിന്നെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MP-മാർ, ഈ കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അവിടെ വന്ന് ഈ പാട്ടൊന്നും നടത്തിയില്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു സമരം നടത്തിയത് പറയാമോ? പാർലമെന്റിന് മുമ്പിൽ UDF MP-മാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊരു സമരം നടത്തിയത് പറയാവുന്നത്. ദേശീയ അടിസ്ഥാനത്തിലെ ചില പ്രശ്നത്തിൽ അവിടെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തെ ദ്രോഹിക്കുന്നതിനെതിരായിട്ടോ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ശശി തരൂരിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസിച്ചിട്ടുണ്ടോ? ശശി തരൂർ ഇപ്പോ ഒരു മൃദു BJP അല്ലെങ്കിൽ മൃദു നരേന്ദ്രമോദിയാണല്ലോ. ചെറിയ ആളല്ല ശശി തരൂർ. നിങ്ങളുടെ പാർലമെന്റ് മെമ്പർ മാത്രമല്ല, നിങ്ങളുടെ 19-1 നിങ്ങൾക്ക് സോണിയാഗാന്ധിക്കും നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഖാർഗെക്കോ ഒപ്പമുള്ള നിങ്ങളുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി, വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണല്ലോ അത്. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം നരേന്ദ്രമോദി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ കേരളത്തിന്റെ പ്രതികരണം എന്തായിരിക്കും?
എത്ര ദിവസം കേരളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്യും? അപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആളുകൾ നിങ്ങളുമായിട്ടൊരു പാലമാണ് BJPക്ക്. ഇനി മറ്റൊരു പാലം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പാലമാണ്. കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. വെറുതെ പോയതല്ല. അവര് ശ്രീ AK ആന്റണി ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർവ്വസമ്മതത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കൊണ്ടിയെന്ന് BJPയുടെ കൊടുക്കുകയാണ് അനിൽ ആന്റണിയെ. അതുപോലെ ശ്രീ K കരുണാകരന്റെ മകൾ പത്മജയെ കൊടുത്തത് BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. ഇനി അവരിങ്ങോട്ട് തന്നത് അത്ര എടുക്കാത്ത ഒരു സാധനം കൂടിയാണെന്ന് പറയുന്നത്. സന്ദീപ് വാര്യരെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഡീല് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശശി തരൂരിന്റെ പേര് നടപടി എടുക്കാത്ത എന്താ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കേരളത്തിൽ 2-3 ദിവസമായിട്ട് പറയുന്നല്ലോ. വെള്ളാപ്പള്ളി CPMന്റെ ഭാഗമല്ല, LDFന്റെ ഭാഗമല്ല. വെള്ളാപ്പള്ളി ഒരു സമുദായ സംഘടന സെക്രട്ടറിയാണ്. അദ്ദേഹം അതിന്റെ രാഷ്ട്രീയ പറയാറുള്ളൂ. അത് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്, വിയോജിപ്പുള്ള ഞങ്ങളും പറയാറുണ്ട് അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇത്തരം മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് പറയുമ്പോൾ മോദി അനുകൂല പ്രസംഗം നടത്തുന്നത് തരൂരിനെതിരായിട്ട് നിങ്ങൾക്ക് എന്ത് പൊളിറ്റിക്സാ ഉള്ളത്? അപ്പൊ ഭക്തിഗാനം പാടി ആഘോഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൈ. ഇനി വേറൊരു ഗീതം കൂടി പാടി നിങ്ങളുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയാകാൻ അവിടെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ DK ശിവകുമാർ, അദ്ദേഹം പാടിയത് ഗണഗീതമാണ്. നിങ്ങൾ എന്ത് നടപടി എടുത്തെന്നാ? അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ സമീപനമാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നുള്ളത് നോക്കണം. ഇനി UP മുഖ്യമന്ത്രിയുടെ ആശംസകൾ വായിച്ചു. എന്റെ സുഹൃത്തെ, UP മുഖ്യമന്ത്രി ശബരിമല ഒരു ഇഷ്യൂ BJP ശക്തമായിട്ട് അതിനെ എതിർക്കുകയും BJP അവിടെ കൊണ്ടുവന്നിട്ട് മറ്റൊരു സംഗമം സംഘടിപ്പിച്ച് ആ ശബരിമല മതേതര ഇടമല്ല, അത് വാവര് സ്വാമിയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ശബരിമലയിൽ എല്ലാ മതക്കാരും കയറാൻ പാടില്ല. എത്ര വലിയ അപകടം അവർ കാണിച്ചത്! അവർ ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. പണ്ട് നിലയ്ക്കൽ സംഭവം ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് നിലയ്ക്കൽ സംഭവം. ആ നിലയ്ക്കൽ സംഭവത്തിന്റെ കക്ഷിയും ഈ ചെങ്കോട്ടുകോണം സ്വാമിയായിരുന്നു. അയ്യപ്പന്റെ പൂങ്കാവനം എന്നും പറഞ്ഞു കുരിശും ഒക്കെ കൊണ്ടുവന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇതുപോലെ വർഗീയവൽക്കരിക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തി. നിങ്ങളൊരു അക്ഷരം വേണ്ടി അതിനെതിരായിട്ട് ഒരക്ഷരം. നിങ്ങൾ BJP നടത്തിയ അയ്യപ്പ ക്ഷേത്രം അവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ഇടപെടലുണ്ടല്ലോ കേരളത്തിൽ അയ്യപ്പ സംഘം വന്ന് നടന്നതിനെതിരായിട്ട്. പക്ഷെ ഇവർ നടത്തിയതിനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ ആചാരത്തെക്കുറിച്ച് പറയുന്നല്ലോ, ആചാര ലംഘനത്തെക്കുറിച്ച് പറയുന്നല്ലോ. 41 ദിവസം വ്രതം എടുക്കണ്ടേ സുഹൃത്തെ ശബരിമലയിൽ പോകാൻ? നിങ്ങൾ ചർച്ച വേറെ വിശദീകരിക്കണ്ടല്ലോ. VD സതീശന്റെ മുഖം നോക്കി 4 മണിക്കൂർ വ്രതം എടുത്തിട്ടാണോ ശബരിമലയിൽ പോയിട്ടുള്ളത്? 41 ദിവസവും ക്ഷൗരം ചെയ്യാൻ പാടില്ല, താടിക്കാൻ പാടില്ല, എല്ലാ ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, ഭക്ഷണത്തിന് തന്നെ ക്രമീകരണങ്ങളുണ്ട്, വെജിറ്റേറിയൻ മാത്രമേ ആകാവൂ. ഇങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളാണല്ലോ ഈ വ്രതം എന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ വിടുന്നു, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ എന്ത് ആചാരം അനുഷ്ഠിച്ചിട്ടാണ് ശബരിമലയിൽ പോകുന്നത്.